ചെറിയ ആഗ്രഹമൊന്നുമല്ലേ, ഏ ആഗ്രഹം ചെറുതൊന്നുമല്ല. ആ വനമാല എന്ന് വെച്ചാൽ പല പൂക്കൾ ചേർത്തുണ്ടാക്കുന്ന അതിലെ മന്ദാര മലരാകണം എനിക്ക്. ആ ഒരു പാലരുവിയെ പിടിച്ച് യമുനയാക്കണം, ചെറുതൊന്നും പോരാ. ആ പ്രേമോദയങ്ങളിൽ മെയ്യോടി എടുക്കുന്ന ഗന്ധർവനാകണം. ഇവിടം വൃന്ദാവനമാണ്. ഗന്ധർവ ക്ഷേത്രം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണത്. സിനിമയിലെ പാട്ടാണ്. ദേവരാജ മാഷാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ പാടിയ റംസാനിലെ ചന്ദ്രികയോ എന്ത് നല്ല ഒരു വരികളും രജനീഗന്ധിയോ. നല്ല പാട്ട് ആണോ അത്. ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. അത് മാത്രമല്ല ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ജയേട്ടന് കിട്ടിയ സുപ്രഭാത് എന്നുള്ള പാട്ടല്ലേ, പണി തീരാത്ത വീട്. വീട്ടിലെ അതെ, ആ വരികളും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആണ്. അതെ അതെ. അല്ല, ഇപ്പം നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, നമ്മളൊരു പാട്ടിലെ എല്ലാ വരികളും ഒരുപോലെ നന്നായിരിക്കും പറയും. ചില പാട്ടുകൾ പല്ലവി നല്ലത്, അനുപല്ലവിയിൽ ഒരു ഇച്ചിരി വെള്ളം ചേർക്കാം, പോവാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് അങ്ങനെയല്ല, എല്ലാ വരികൾക്കും വലിയ ഡെപ്താണ്. ഇപ്പോ പി ടി തോമസ് സാറ് മരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനും കൂടെ ചേർന്നാണ് ടൗൺ ഹാളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും തീരം എന്നുള്ള പാട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ ഒരു അന്ത്യാഭിലാഷമായി അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ മരിച്ച ശേഷം അടക്കുന്നത് വരെയും ഈ പാട്ട് വെച്ച് വേണം ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ടൗൺ ഹാളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ട് വെച്ചിരിക്കുന്നു. ഈ പാട്ട് രാവിലെ തുടങ്ങുന്നു. അപ്പം ഞാനൊക്കെ കുറെ അധിക സമയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ വിഷയം, ഒരു പാട്ട് തുടർച്ചയായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേട്ടാൽ സാധാരണഗതിയിൽ നമുക്ക് ആ പാട്ടിനോടൊരു വിരസത തോന്നാനുള്ള മാന്യമായ അവകാശം നമുക്കുണ്ടല്ലോ. അന്ന് അവിടെ വന്ന ഒരുപാട് ആളുകൾ വല്ലാതെ ഇമോഷണൽ ആവാനും വളരെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാനും ഒക്കെ കാരണമായി ഈ പാട്ട്. കാരണം ഓരോ വരി എടുത്തോളൂ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഇതിന്റെ വേറൊരു രസകരമായ കാര്യം പറയട്ടെ. ഈ പാട്ടിന്റെ പേരിലാണ് ഞാൻ പി ടി ചേട്ടനെ ആദ്യം പരിചയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് അച്ഛൻ മരിച്ചതിന്റെ കൊട്ടാരമ്പലക്കാരുടെ ആ മരിച്ച വർഷം ഇറങ്ങിയ പടമാണ് 1976. അന്ന് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു സമരം നടക്കുന്ന സെക്രട്ടറിയുടെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് വയലാറിന്റെ മകൻ. ഉടനെ ശരത്ചന്ദ്ര, നീയാണല്ലേ വയലാറിന്റെ ചന്ദ്രകളഭം എന്നായിരുന്നു ആദ്യത്തെ. അപ്പൊ എപ്പോഴെങ്കിലും എനിക്ക് വേണ്ടി നിനക്ക് പാട്ട് തരാൻ പറ്റുമോ? എനിക്ക് അന്ന് നാണമൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനന്ന് ആഗ്രഹിച്ചിരുന്ന ഈ ദിവസം വന്ന് ആ ശരീരം കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ എനിക്ക് വന്നിരുന്ന് പാടണം. അയ്യോ, ഞാൻ അവിടെ ഇൻസ്ട്രുമെന്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ, ഈ വർണ്ണ സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവ. അതെ അതെ.